ചുരം കയറാതെ വയനാട്ടിലെത്തുക എന്നത് ദശാബ്ദങ്ങളായുള്ള നമ്മുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയുകയാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ഈ തുരങ്കപാത സഹായിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഈ തുരങ്കപാത വയനാട്ടിന്റെ സമഗ്ര വികസനത്തിനൊരു വലിയ കുതിപ്പേകുമോ? അതോ പരിസ്ഥിതിയെയും വിനോദസഞ്ചാരത്തെയും ഇത് എങ്ങനെ ബാധിക്കും? വയനാട്ടുകാരുടെ പ്രതീക്ഷകളും ആശങ്കകളും എന്തൊക്കെയാണ്? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് നിർവഹിച്ചു. കോഴിക്കോട് വയനാട് ജില്ലകളുടെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ തന്നെ സമഗ്ര വികസനത്തിന് തുരങ്കപാത കാരണമാകുമോ? പൊതുജനാഭിപ്രായം തേടാം. ഞങ്ങൾ ആരും മനസ്സിൽ പ്രതീക്ഷിച്ച ഒരു കാര്യം പോലും അല്ല. അപ്പം ആദ്യം ഇതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഇതിന് എതിരായി നിന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർ ഈ പ്രദേശം പോലും അറിയത്തില്ലാത്ത ആളുകളാണ്. പക്ഷെ എന്നിരുന്നാലും ശക്തമായൊരു ഭരണ സംവിധാനം നമ്മുടെ സ്റ്റേറ്റിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മളെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇച്ഛാശക്തിയുള്ള മനുഷ്യനായതുകൊണ്ടും നല്ല ഭരണാധികാരി ആയതുകൊണ്ടും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അത് വിജയപ്രദമാക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും മാറും. ഇത് ഈ നാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തമായൊരു വികസനത്തിന് ഇതായി മാറും. ഈ നാട്ടിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയെല്ലാം തകർന്ന് തരിപ്പണമായ മനുഷ്യൻ ജീവിക്കാൻ ഒരു ആദായം ഇല്ലാതെ കിടന്ന സ്ഥലങ്ങളാണ്. സ്ഥലത്തിനൊക്കെ നല്ല മാർക്കറ്റായി. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് രോഗികളെയും കൊണ്ട് പോകാനാണ് ചുരത്തിലെ ബ്ലോക്ക് കാരണം പലപ്പോഴും പല സംഭവങ്ങളിലും രോഗികൾ മരണപ്പെട്ട 2-3 മണിക്കൂർ ബ്ലോക്കായിട്ട് മരണപ്പെടുന്ന സംഭവം പോലെ ഉണ്ടായി. അതിനെല്ലാം ഈ തുരങ്കപാത വരുന്നതോടെ ഒരു പരിഹാരമാകും. ഈ തുരങ്കപാതേനെ ഇവിടെ ജാതിപതമോ രാഷ്ട്രീയപരമായിട്ടോ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയും ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയവരും ഈ നാടിൻ്റെ പുരോഗതിക്ക് ഇത് വളരെ അത്യന്താപേക്ഷിതമാണെന്നുള്ള അഭിപ്രായത്തിലുള്ള ആളാണ് ഞാൻ. പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. നല്ല ഒരു റോഡ് വരട്ടെ, ഞങ്ങൾക്കെല്ലാം പുരോഗതി ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും തിരിച്ചു വരും. ആൾക്കാരൊക്കെ തിരിച്ചു വരികയും നല്ലൊരു പുരോഗമനം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ എങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളൊക്കെ ഒരു 6-7 വർഷം മുന്നേ ഇവിടെ വീട് കയറാൻ വരുമ്പോഴുള്ള അവസ്ഥയല്ല ഇപ്പം കുറേ മാറി. വികസനം കാണുന്നുണ്ട്. സ്ഥലങ്ങൾക്കൊക്കെ വില കൂടി. ആദ്യം ഇവിടെയുള്ളവരൊക്കെ സ്ഥലം ഇട്ടിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നൊരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വന്നു. ഇപ്പം വീടുകൾ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു സൗകര്യമാണല്ലോ വരുന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഈ തുരങ്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. കാരണം തീർച്ചയായിട്ടും 2 ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്, വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയായിട്ട്. അപ്പോൾ എന്താ പറയുക, ഈ ചുരത്തിലൊക്കെ ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളുള്ള സമയത്തൊക്കെ ഒരുപാട് എന്താ പറയുക ഗതാഗത കുരുക്കുന്ന ഒരുപാട് ഇതാണ്. അതുപോലെ തന്നെ ചുരത്തിലായാലും മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചുരത്തിലൊക്കെ എപ്പോഴും നമ്മൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. 2-3-4 മണിക്കൂറുകളോളം യാത്രകളൊക്കെ തടസ്സപ്പെട്ടിട്ട് അതൊന്നും ഇനി ഉണ്ടാകത്തില്ല. ഞങ്ങൾ 2 ജില്ല എന്നല്ല, മൊത്തത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലാണ് ഇത് വരുന്നത്. തമിഴ്നാട്, കർണാടക അങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നത് അങ്ങനെ പോകുന്നത്. ഇത് പെട്ടെന്ന് പണി തീരും. അങ്ങനെ ഉഷാറായിട്ട് നടത്തേണ്ടത് സർക്കാർ വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടതിന്. യാത്രാ സൗകര്യത്തിൽ ഈ പ്രദേശം വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞൊരു പ്രദേശമായിരുന്നു. ഇനി അങ്ങോട്ട് വളരെ ദ്രുതഗതിയിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം സാമൂഹികമായ വളർച്ചയും ഈ പ്രദേശത്തെ സംബന്ധിച്ചുണ്ടാവും. തീർച്ചയായിട്ടും അതൊരു ടൂറിസം മേഖലയിലാണെങ്കിലും സ്ഥലത്തിൻ്റെ വില, അതുപോലെ തന്നെ സ്ഥലത്തിന് മൊത്തത്തിലുണ്ടാകുന്ന മാറ്റം എല്ലാം സ്വപ്ന പദ്ധതി തന്നെയാണ്. MLA ലിൻഡോ ജോസഫിൻ്റെ ഒരു മുൻകൈ എടുത്തുള്ള സ്വപ്ന പദ്ധതി തന്നെയാണ്. തുരങ്കപാത നല്ല കാര്യമല്ലേ. ഏറ്റവും ഈ നല്ല വികസനത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഈ താമരശ്ശേരി ചുരത്തിന് ഗസൽ മാർഗമായിട്ട് നല്ലൊരു പരിപാടിയാണ് തുരങ്കപാത. ഗതാഗതം, ചരക്കു ഗതാഗതം, ടൂറിസം എന്നിങ്ങനെ സമഗ്ര മേഖലകളിലും അഭൂതപൂർവമായ വികസനം കൊണ്ടുവരാൻ തുരങ്കപാതയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന ആവശ്യവും ജനങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതീന്ദ്രജിത്തുവിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.